Hey guys, welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ ഇവിടെ ഉണ്ട്. ആശി ഇപ്പോൾ വന്നു. ഇപ്പം സമയം 6 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് പറയുന്നത് നമുക്കൊന്ന് ലുലു വരെ പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന്. എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ കുറേ ആയില്ലേ നമ്മളതുപോലൊരു ഷോപ്പിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാവാം. എന്നെ ഇങ്ങോട്ട് റെഡിയാവാൻ പറഞ്ഞിട്ട് കുറേ സമയമായി. അപ്പോൾ ഓക്കെ, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. എന്തൊരു കാറ്റ്, നല്ല തണുപ്പാണ് ഗൈസ്. 19 ഡിഗ്രിയാണ്, ബട്ട് ഫീൽസ് ലൈക്ക് 13 ഡിഗ്രി. അങ്ങനെ ഞങ്ങളിതാ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഒയാസിസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലുലു ഉണ്ട്. ബട്ട് അങ്ങോട്ടേക്കല്ല നമ്മൾ പോകുന്നത്. ഓൾഡ് എയർപോർട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു ലുലുവിൽ പോയി അവിടെ അങ്ങോട്ട് പിടിച്ചു പോയി. മറ്റേ ലുലുവിൽ പോയിട്ടൊരു തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് അധികവും ഇങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ വരാറ്. അങ്ങനെ നമ്മളവിടെ എത്തി ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്കാണ് അശി പറയുന്നത്, അശി തൊപ്പി വയ്ക്കണമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് മുടിയൊന്നും ചീവാതെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബട്ട് മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞാൻ ചുമ്മാ കളിയാക്കി ചിരിച്ചതാണ്. പിന്നെ ഞങ്ങളിതാ ഷാമ്പു എടുത്തു. ഷാമ്പു ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ ചെറുതായിട്ട് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടി മാമാഅർത്തിൻ്റെ ഒരു ഷാമ്പു ആണ് കേട്ടോ അവസാനം സെലക്ട് ചെയ്തത്. അപ്പോഴാണ് ഞാനിവിടെ ഈ ഒരു സംഭവം കാണുന്നത്. ഇത് ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച് ചോക്ലേറ്റ് ഇങ്ങനെ കൂട്ടി വെച്ചതാണെന്ന്. ബട്ട് അടുത്ത് വന്നപ്പോഴല്ലേ മനസ്സിലാവുന്നത് മെഹന്തിയാണ്. റമദാനൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അശൊരു ബാറ്ററി എടുത്തു. എന്തൊക്കെയോ സാധനം എടുക്കാനുണ്ട്. കുറേയൊക്കെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കണ്ടെയ്നേഴ്സിൻ്റെ ഒക്കെ സെക്ഷനിലോട്ട് പോയി. നമ്മൾ വീട് മാറുന്ന സമയത്ത് ഇവിടെ തന്നെ വന്നിട്ട് കണ്ടെയ്നേഴ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു എണ്ണം എനിക്കിഷ്ടമായി. ഇതിന് സെറ്റാണ്, കൂടെ സ്റ്റാൻഡും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കിച്ചണിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന എല്ലായിടത്തും ഇപ്പോൾ കാണാമല്ലോ. ബട്ട് അതിൻ്റെ ബോട്ടിൽ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറച്ചുകൊണ്ടേ ഇരിക്കണമല്ലോ, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വലുത് നോക്കാമെന്നും പറഞ്ഞ് നമ്മൾ വേറെ നോക്കി. വേറെ അങ്ങനെ സ്റ്റാൻഡ് വരുന്ന ടൈപ്പ് വേറെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കണ്ണി കാണുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ ഒരു ശീലമാണല്ലോ. അത് കഴിഞ്ഞതാ അവസാനം ഈ ഒരു എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതാകുമ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട്, കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. 3 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ ഒരു സംഭവം എടുത്തു. ഇത് ഞാൻ ആദ്യം എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. നമുക്കിങ്ങനെ ഓരോ ഷേപ്പിലൊക്കെ ഓരോ സംഭവം ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ മനസ്സിൽ കൂട്ടി വെക്കുന്നുണ്ട്, ഉണ്ടാക്കണം. പിന്നെ കംഫർട്ട് എടുത്തു. കുറേ ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടാണ് വന്നത്, ഇല്ലെങ്കിൽ മറന്നു പോവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഓരോന്ന് ഓർമ്മ വരും. അങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഹാങ്ങർ എടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സ് വെക്കാനായിട്ട് ഹാങ്ങറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സെറ്റ് ഹാങ്ങർ എടുത്തു. പിന്നെ അതാ ഇവിടുന്ന് ഒരാൾ ഈ കാർ എടുത്താലോ, അല്ല കാറല്ലേ ഹെലികോപ്റ്ററാണോ എന്തൊരു സംഭവം കറങ്ങുന്നതൊക്കെ കാണിച്ചു തന്നു. എടുത്തില്ല കേട്ടോ, എന്തിനാണ് വെറുതെ ഒരു കുഞ്ഞു സാധനം. പിന്നെ എനിക്ക് മക്രോണി വേണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിരുന്നു. ബട്ട് അത് എനിക്ക് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു, കിട്ടിയെടുക്കാന്നുള്ള രീതിയിൽ. ബട്ട് നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ അതിനായിട്ട് തപ്പി നടക്കാനൊന്നും നിന്നില്ല, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് അരീൻ്റെ ഒക്കെ സെക്ഷനിലാണ്. അവിടുന്ന് നമുക്ക് കയമാരി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെടുക്കും എന്നുള്ള, ഞങ്ങളിങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതാ നല്ലതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഏതോ ഒന്ന് എടുത്തിട്ടുണ്ട്, നല്ലതാവെന്ന് വിചാരിക്കുന്നു. പിന്നെ അതാ ഇത് എന്തായിരുന്നു, കണ്ടൻസ് മിൽക്കോ അങ്ങനെ എന്തോ അല്ലേ ഇതിന് പറയുക. അതെടുത്തു. ഇടയ്ക്ക് പാലൊക്കെ തീരുന്ന പ്രശ്നം വരും, രാവിലെ പെട്ടെന്നായിരിക്കും ഓർമ്മ വരിക. അപ്പോൾ നമുക്കെടുത്ത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അതെടുത്തു. പിന്നെ ഒരു പാക്കറ്റ് ക്യാപ്പച്ചീനോ എടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പാലെടുത്തു, യോഗട്ട് എടുത്തു. അപ്പോൾ യോഗട്ട് അശി വലുതെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വലുത് വേണ്ട, ചെറുത് മതി, ഇതിനൊക്കെ ഒരു അത്രയല്ലേ നമുക്ക് എക്സ്പയറി ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ തന്നെ ജ്യൂസ് കണ്ടപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഒരു ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചു. അശി അപ്പോൾ ലെമണാണ് ചൂസ് ചെയ്തത്. അശിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഒരെണ്ണം എടുത്തു.
പിന്നെ ഒരെണ്ണം കൂടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താ നമുക്ക് മാംഗോ എടുക്കാം, എനിക്കിതിൻ്റെ മാംഗോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മാംഗോ തപ്പിപ്പിടിച്ച് ഒരു മാംഗോ ജ്യൂസും എടുത്തു. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ, ഈ ഒരു സെക്ഷനിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പെട്ടെന്ന് സാധനമൊക്കെ എടുത്തിട്ട് എസ്കേപ്പ് ആവണം. പിന്നെ നമ്മൾ ചീസ് എടുക്കാൻ പോയി. ചീസ് ഞാൻ ബ്രെഡും ചീസും ഒക്കെ വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം വൈകിട്ടൊക്കെ കഴിക്കാൻ ഇപ്പോൾ അധികവും ബേക്കറി ഐറ്റംസ് തന്നെ കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ബ്രെഡും ചീസും എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ചിക്കൻ്റെ ചെസ്റ്റ് പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനായിട്ട് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുപോലെ വേറെയും എന്തെങ്കിലും പരീക്ഷണങ്ങൾ എനിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ പീസ് വാങ്ങിയാലേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റ് അതെടുത്തു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണം കുറച്ച്, അതും എനിക്കൊരു ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഗ്രീൻ ആപ്പിൾ എടുത്തു. ഗ്രീൻ ആപ്പിൾ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പിലിട്ടാൻ നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെക്കണം, അതിനുവേണ്ടി കുറച്ച് ഗ്രീൻ ആപ്പിൾ എടുത്തു. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കയൊക്കെ എടുത്തു. അത് എനിക്കൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയി. എന്തായാലും തിരിച്ചെത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും, അതുകൊണ്ട് ഫുഡ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും റൈസ് ഐറ്റംസ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കപ്സയും വേറെ എന്തോ ഒരു പുലാവാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇനി ഇത് ബില്ലാക്കണം. ബില്ലാക്കിയിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. അപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ കാറ്റ് കേട്ടോ, എല്ലാം ഇങ്ങനെ പാറിപ്പോകുന്ന രീതിയിൽ ഒടുക്കത്തെ കാറ്റ്. അതിനിടയ്ക്ക് എനിക്ക് കോണ് വാങ്ങിച്ചു തന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ കോണ് വാങ്ങണം എന്ന് വിചാരിക്കും, ബട്ട് ഒരിക്കലും നടക്കാറില്ല. കാരണം പോയ അപ്പം തന്നെ ഫുഡ് കഴിക്കേണ്ട ഇതുണ്ടാവും, അതുകൊണ്ട് പിന്നെ ഇത് കഴിച്ചാൽ പിന്നെ വിശക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിക്കാറില്ല. ബട്ട് ഇന്ന് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടൊരു ചെറുതൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളിതാ പെട്രോൾ അടിക്കാൻ കയറിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പെട്രോളിൻ്റെ സ്മെല്ല്. എന്നെ പോലെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മളിതാ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. കുറേയൊക്കെ അപ്പോഴത്തേക്കും എടുത്ത് അകത്താക്കിയിട്ടോ, അകത്ത് മീൻസ് ഓരോ സ്ഥാനത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടെയ്നേഴ്സ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അശി ഡ്രസ്സൊക്കെ മാറി വന്ന് ഒരു സംഭവം ഉണ്ടാക്കുകയെന്നല്ല, പിന്നെ ഞാൻ കാണിച്ചില്ല, നമ്മളൊരു കൊക്കക്കോളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസും ഒരു കൊക്കക്കോളയും എടുത്തിട്ടുണ്ടായിരുന്നു. അശീൻ്റെ സ്ഥിരമുള്ള പരിപാടിയാണ്. കൊക്കക്കോള കുടിക്കുമ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് കുടിക്കുന്നത്. അപ്പോൾ അതിനെന്തോ പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്, പറയുന്നത് ശരിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് കുടിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് പുളിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ അശി ഇവിടെ ഉണ്ടാക്കി വെച്ച് അതവിടെ ഫ്രിഡ്ജിൽ വെക്കാൻ പോയതൊക്കെ ഞാൻ പെട്ടെന്നെടുത്ത് ഒരു സിപ്പ് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ച ഫുഡും കൂടെ അങ്ങോട്ട് കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗ്. കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ഗുഡ് നൈറ്റ്.